മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന മലയാളികൾ ഇവിടുത്തെ പച്ചപ്പും ഹരിതാഭയും മാത്രമല്ല മനസ്സിൽ കൊണ്ടുപോകുന്നത്. നമ്മുടെ വേരുകളിൽ, അതായത് വേരുകളിൽ അടിയുറച്ച് നിൽക്കുന്ന നമ്മൾ പിന്തുടർന്ന ഒരു സംസ്കാരം കൂടി നമ്മൾ നമ്മുടെ കൂടെ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അമേരിക്കയിൽ ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ആരംഭിച്ച ഒരു സംഘടന, മലയാളി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ ഹിന്ദുസ്, മന്ത്ര. അമേരിക്കയിൽ ഹിന്ദു പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഈ സംഘടന കേരളത്തിലും വിവിധങ്ങളായ ഹിന്ദു സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സംഘടനയുടെ പ്രസിഡൻ്റായ ശ്രീ കൃഷ്ണരാജ് മോഹനാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. അമേരിക്കയിലെ ഹിന്ദു സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചുമാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. ശ്രീ കൃഷ്ണരാജ്, ഭാരതത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് പുറത്ത് എവിടെ പോയാലും അവരുടെ ഒരു വേരുകൾ മറക്കില്ല എന്നൊരു സ്വഭാവമുണ്ട്. അതായത് അവരനുവർത്തിച്ച് വന്നിരുന്ന സംസ്കാരം, മതം, ഇങ്ങനെയുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവർ ആ കൾച്ചറൽ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുന്നവരാണെന്ന് ഇതുവരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കളിപ്പോൾ അമേരിക്കയിലെ ഒരു ഹിന്ദു സംഘടനയുടെ പ്രസിഡൻ്റാണ്, മന്ത്ര എന്ന ഹിന്ദു സംഘടന പ്രസിഡൻ്റാണ്. അപ്പോൾ ഇതൊരു തുടങ്ങാനുണ്ടായൊരു കാരണം, അതായത് ഒരു താരതമ്യേന ഒരു ചെറിയ 2-3 വർഷം പ്രായമുള്ളൊരു സംഘടനയാണ്. അപ്പോൾ അത് തുടങ്ങാൻ എങ്ങനെ തുടങ്ങി, എന്താണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്? താങ്കൾ അമേരിക്കയെക്കുറിച്ച് ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാനൊരു പക്ഷേ മറ്റൊരു കാഴ്ചപ്പാടിൽ ഇതിനൊരു ഉത്തരം പറയാം. അതായത് ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യങ്ങളുടെ കണക്ക് വെച്ച് നോക്കിയാൽ അമേരിക്ക ജീവിക്കാൻ ഒരു പക്ഷേ ഏറ്റവും അല്ലെങ്കിൽ ഔന്നത്യമായ ഒരു സ്ഥലമാണ് മറ്റ് പ്രദേശങ്ങളെ. ഇപ്പോൾ എല്ലായിടത്തും സൗകര്യങ്ങൾ കൂടി തുടങ്ങി എങ്കിലും അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളുടെ വളരെ സൗകര്യങ്ങളോട് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് വേണ്ടത് എപ്പോഴും ആത്മീയമായ ഉയർച്ചയും ആത്മീയമായ മറ്റു കാര്യങ്ങളും ആത്യന്തികമായ മനസ്സിൻ്റെ സന്തോഷങ്ങളും എത്തുന്നത്. അത് ഇന്നും അന്നും എന്നും ഭാരതീയ സംസ്കാരത്തിലും ഉൾക്കൊള്ളുന്നുവെന്ന് ചിന്തിച്ചാണ് നമ്മളുടെയൊക്കെ ഒരു ജീവിത രീതി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അമേരിക്കയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സാംസ്കാരികതയും ഹൈന്ദവ സംസ്കാരത്തെയും മനസ്സിൽ പേറി ജീവിക്കാൻ സാധിക്കുക എന്നത് നമ്മൾ ഈ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ പുറമേ പോകുമ്പോൾ വേരുകൾ മറക്കില്ല എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം, ഇവിടുന്ന് പോവാത്തവരുണ്ട്, അതായത് നമ്മുടെ അടുത്ത തലമുറ. ആ തലമുറയ്ക്ക് പേരുകൾ മറക്കാതിരിക്കാനായി പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. അവരിലത് നമ്മളെങ്ങനെ നിലനിർത്തും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഒരു പരിധിവരെ മന്ത്ര. ഹിന്ദു സംഘടനകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു സംഘടനകൾ അജണ്ടകളും മിഷനുകളും എല്ലാം വളരെ കൃത്യമായി എഴുതി വയ്ക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമ്മളെങ്ങനെ ഉറപ്പിക്കാം, അടുത്ത തലമുറയിലേക്ക് നമ്മളിത് കൈമാറ്റം ചെയ്യപ്പെടാൻ എങ്ങനെ സാധിക്കും എന്ന ഒരു ചിന്തയുടെ ആണ്. അതിന് നമ്മൾ ഈ ഒരു ക്ലാസ് സ്ട്രക്ചർ പോലെ ഒരാളെ പഠിപ്പിച്ചെടുത്താൽ കുട്ടികളിലേക്കൊന്ന് പകർന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ തമാശയായിട്ട് പറയും, സ്വാമിജിയെ കാണുമ്പോൾ നമസ്കരിക്കൂ, സ്വാമിജിയെ കാണുന്നു നമസ്കരിക്കൂ. പക്ഷേ തനിയെ വന്ന് നമസ്കരിക്കുന്ന അച്ഛനും അമ്മയും, അവിടെ കുട്ടി താനേ ചെയ്യുകയാണ്. നമ്മൾ പഴയ സംഘടനാ ചട്ടക്കൂടും നമ്മുടെ ചട്ടക്കൂടും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ഉയർച്ച നമ്മൾക്കും വേണം. ഈ വേരുകൾ മറക്കാതിരിക്കണമെങ്കിൽ നമ്മളത് ശീലിച്ചത് അതുപോലെ ശീലം തുടരുകയും വേണം. അങ്ങനെ സമാന മനസ്കരായിട്ടുള്ള ഒരു കൂട്ടം കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മയാണ് മന്ത്ര. അത് താരതമ്യേന പുതിയ സംഘടനയാണ്. പക്ഷേ ഏകദേശം 2 പതിറ്റാണ്ടുകളോളം മലയാളി അമേരിക്കൻ ഹൈന്ദവ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തുടങ്ങുകയും അതുപോലെ പഴയ ഒത്തിരി നമ്മുടെ ശ്രീ ഹൂസ്റ്റൺ എന്നുള്ള ശശിധരൻ നായർ ഉൾപ്പെടെ 45 വർഷത്തിലേറെ അദ്ദേഹം അവിടെയുണ്ട്. മറ്റു പല സംഘടനകളിലെ സ്ഥാപക നേതാവ് കൂടിയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ ഗൈഡൻസിൻ്റെ പുറത്ത് ആയി തുടങ്ങിയതാണ്. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് പിന്നെയും ഈ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ഒരു സംഘടനയുടെ വിഷനും മിഷനും ഒക്കെ ചിലപ്പോൾ അതേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ പണ്ട് അക്കങ്ങൾ എഴുതി ഒട്ടിച്ച് കടലാസ് കാണിച്ചാണ് ഈ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിലൊക്കെ. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ റീലായും ട്രോളായും ഒക്കെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ ഈ ചേഞ്ച് ഒരു സംഘടനയിൽ പെട്ടെന്ന് വരുത്തൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നൂതന ആശയങ്ങളിലൂടെ നമ്മൾ
പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ സംസ്കാരം അതിൻ്റെ തനതായ രീതിയിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് മന്ത്ര നിലനിൽക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതും. അതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹിന്ദു പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ തുടക്കം ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയായിരുന്നു മന്ത്രയുടെ ആ തുടക്കത്തിലുള്ള എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്? ഏതൊക്കെ പുതിയ കാര്യങ്ങളാണ് മന്ത്രയുടെ പ്രവർത്തനത്തിലേക്ക് ആദ്യം തുടക്കം കൊണ്ടുവന്നത്? എങ്ങനെയായിരുന്നു? പ്രധാനമായും നമ്മൾ ചിന്തിച്ചത് ഒരു അച്ചടക്കത്തോടെയുള്ള ഒരു പഠന രീതി കൊണ്ടുവരിക എന്നതാണ്. അതായത് ഇവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന സത്സംഗങ്ങൾ, ഇപ്പോൾ പലയിടത്തും സത്സംഗങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോൾ ആ സത്സംഗങ്ങൾ ഒരു കൂട്ടായ്മ, അതായത് ഒരു കുട്ടിയെ അച്ഛനും അമ്മയും ബേബി സിറ്റിങ്ങിന് ഒരിടത്ത് കൊണ്ടുവിടുന്ന മാതിരി കൊണ്ടുപോയി വിട്ട് തിരിച്ച് വീട്ടിൽ പോയി വൈകുന്നേരം ആകുമ്പോൾ കുട്ടിക്ക് സംസ്കാരവും ഹൈന്ദവ ശ്ലോകങ്ങളും കാണാൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ളതല്ല, കുടുംബമായി പങ്കെടുക്കുന്ന സത്സംഗങ്ങൾ. അങ്ങനെ കുടുംബമായി പങ്കെടുക്കുന്ന സത്സംഗങ്ങൾ എല്ലായിടത്തും എത്തുക, കഴിയുന്നിടത്ത്. അതിനൊരു ഗ്ലോബൽ ഏകീകരണമൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. അമേരിക്കയിൽ തന്നെ സമയ വ്യത്യാസമുണ്ട്, പല രീതിയിൽ പലയിടത്തെ ആവശ്യങ്ങൾ പലതായിരിക്കാം. ചിലയിടത്ത് ഭജന ഗ്രൂപ്പുകൾ ആക്റ്റീവായിരിക്കാം, ചിലയിടത്ത് ഇല്ലായിരിക്കാം. പക്ഷേ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് അതിനെ എത്തിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ആദ്യമായി ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി. പിന്നീട് ഇതിനെ ഓൺലൈനിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റഡ് പ്രോഗ്രാമാണ് വിശ്വഗോകുലം എന്ന പ്രവർത്തനം. എല്ലാ ആഴ്ചയിലും 5 വർഷത്തിൽ കൂടുതലായി എല്ലാ ആഴ്ചയിലും കുട്ടികളെ ഒരു 3 ഏജ് ഗ്രൂപ്പായി തരംതിരിച്ച് അവർക്ക് പ്രത്യേകം ക്ലാസ്സുകൾ ഓൺലൈൻ, കൊറോണ സമയത്തൊക്കെ നമുക്ക് വളരെയധികം കുട്ടികൾ ക്ലാസ്സുകളിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കുട്ടിക്കും വേണ്ടത് കൊടുക്കുക. ഒരു കുട്ടിക്ക് ശരിക്കും നമ്മൾ കൊച്ചു ക്ലാസ്സുകൾ ശരിയാണ്, അച്ഛൻ്റെ അമ്മയുടെ നിരീക്ഷണത്തിലാണ്, അവർ സ്കൂളിൽ പോയിട്ടില്ല, മറ്റ് ഇംഗ്ലീഷ് ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അവരെ നമ്മൾ കുഞ്ഞുണ്ണി കവിതകൾ മുതൽ എന്ത് പഠിപ്പിച്ചാലും അവരാ ഈണത്തിൽ ചൊല്ലും. വളർന്നു വരുന്നവരും അവർ കാണുന്ന സാഹചര്യവും സമൂഹവും വേറെ ഒന്നാണ്. അപ്പോൾ അതിനനുസൃതമായി നമ്മളൊരു കുട്ടിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കാം. പലരും അച്ഛനമ്മമാരോട് ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും പല കുട്ടികളും. ആ ചോദ്യങ്ങൾ ഒരു ഡിബേറ്റ് രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളിൽ എത്തിക്കുക, അതിൽ നിന്ന് നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. കുട്ടി എത്രമാത്രം നമ്മുടെ ഒരു കുട്ടിയെ തർക്കിച്ച് തോൽപ്പിക്കാൻ ആർക്കും പറ്റരുത്. അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ ഹൈന്ദവ ആചാരങ്ങളിലും ആ രീതിയിൽ. ഇപ്പോൾ 13 വയസ്സ് കഴിഞ്ഞ കുട്ടികളിലേക്ക് നമ്മൾ ബലമായി ശ്ലോകം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഒരു കുട്ടി ഒരു ക്ലാസ്സിലും കാണില്ല. പക്ഷേ അതേസമയം നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ക്ലാസ്സിൽ എത്ര ഹിന്ദു കുട്ടികളുണ്ട് എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ വളരെ നിസ്സാരമായ ചോദ്യങ്ങളുണ്ട് നമുക്ക്. എന്നോടൊരു അങ്കിള് പറഞ്ഞു വീട്ടിൽ ക്രിസ്മസ് ട്രീ വയ്ക്കാൻ പാടില്ല, നിങ്ങൾ ഹിന്ദുക്കളാണെന്ന്. ഇതുകൊണ്ട് ഞാൻ വിഷമിച്ചിരുന്നു, വയ്ക്കണമെന്നുണ്ടായിരുന്നു, അച്ഛനോട് പറഞ്ഞില്ല, അച്ഛനും അങ്കിളുമായിട്ട് കൂട്ടാണ്, അവരെന്ത് സംഭവിക്കും? ഹിന്ദു എന്നതിൻ്റെ പ്രാഥമിക നമ്മുടെ ഏറ്റവും വലിയ അഹങ്കാരം തന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. ആരോ എന്തോ എവിടെയോ പറഞ്ഞു, ആ കുട്ടിയുടെ മനസ്സ് നിന്നു, ബുക്കിൽ അറിയാതെ ചവിട്ടി, ഇനി നീ പഠിച്ചാൽ നന്നാവില്ലടാന്ന് ഒറ്റ കമൻറ്റ് ഒരു കുട്ടി. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മൾ അതങ്ങനെയല്ല, സരസ്വതി ദേവി എന്ന് പഠിപ്പിക്കുന്നത് ഒരു വശം. പക്ഷേ മറുവശത്ത് കത്തി അമരുന്ന ഒരു ലൈബ്രറിയിൽ നിന്ന് താങ്കൾക്കൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുക്കണമെങ്കിൽ 4 ബുക്ക് അട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. നിങ്ങൾ ആ ലൈബ്രറി കത്തി അമരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയോ അതോ ഈ 4 ബുക്കുകൾ അട്ടിയിട്ട് വെച്ച് മേളിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുക്കുകയോ എന്ന ചോദ്യമുണ്ട്. അവിടെ കുട്ടിക്ക് ലോജിക്ക് വർക്കാവും. ഇതേ രീതിയിലുള്ളൊരു പഠന രീതിയിലേക്ക് കുട്ടികളെ എത്തിക്കുക. ഇതോടൊപ്പം പല കുട്ടികളെയും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനൊപ്പം അവരുടെ അച്ഛനമ്മമാരും എഡ്യൂക്കേറ്റ് ആവും. വീട്ടിൽ തർക്ക വിഷയങ്ങൾ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. പിന്നെ ധാർമ്മിക അടിത്തറയിൽ തന്നെ വേണം സംഘടനാ പ്രവർത്തനം നടത്താൻ എന്നത് ഞങ്ങൾ വളരെ എല്ലാവരും ഉറപ്പിക്കുന്ന റൂളായിട്ട് ഇത് ചെയ്തു. നമ്മുടെ ധാർമ്മികത ബെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കെട്ടിപ്പൊക്കിയാലും അതൊരു സമയത്ത് താഴെ വീഴും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മുന്നോട്ട് പോയി കുറേയധികം പ്രവർത്തനങ്ങളിലേക്ക് എത്തി. 2 കൺവെൻഷനുകൾ നടന്നു, സുദർശനവും ശിവോഹവും. ഞങ്ങൾ ശാക്തേയത്തിലേക്ക് എത്തി നിൽക്കുന്നു. പൊതുവേ എളുപ്പമുള്ളൊരു സാഹചര്യമല്ല ഇത്. അതായത് സ്വാതന്ത്ര്യം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു തലമുറ, അത് ഏത് തലമുറയായാലും, പഴയ കാലത്തെ തലമുറയായാലും പുതിയ തലമുറയായാലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊരു ആത്മീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുക, ധാർമ്മികതയിൽ ജീവിക്കുക. എളുപ്പമുള്ളത് എപ്പോഴും അരാജകത്വത്തിൽ ജീവിക്കുന്നതിലായിരിക്കും. പൊതുവേ ധാർമ്മികതയിൽ ജീവിക്കുന്നത് എളുപ്പമല്ല. അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമായിരുന്നിരിക്കില്ല ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ. എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ? എങ്ങനെയൊക്കെയായിരുന്നു? വളരെ ശരിയാണ്. അതായത് നമ്മളൊരു
ഇപ്പോൾ ഒരു സ്ഥലത്തൊരു ക്ലാസ് സംഘടിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രാഥമികമായി ചെയ്യുക അവിടെയുള്ള ഹിന്ദുക്കളുടെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്യുക, അവരെല്ലാവരെയും വിളിക്കുക, കുട്ടികളുള്ളവരില്ലാത്തവരൊക്കെ വിളിച്ച് നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തുടങ്ങുക. അപ്പോൾ ആദ്യമേ നമുക്ക് പല രീതിയിലുള്ള ആളുകളാണ് ചെയ്യുന്നത്. എന്തിനാണ് ഒരാൾ വിദേശത്ത് പോകുന്നത്? മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനും പണത്തിനും ബാക്കി കാര്യങ്ങളാണ് പ്രാഥമിക ലക്ഷ്യം. അല്ലാതെ അമേരിക്കയിൽ പോയി സനാതനധർമ്മം പ്രചരിപ്പിക്കുക എന്ന് കരുതി പോകുന്ന ആരും ഗാർഹിക ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയും, ഞാൻ ഓവർ ടൈം ചെയ്യുന്ന സമയമാണ് ഞായറാഴ്ച, എന്നെ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വിളിച്ച് വരുന്നതിൽ എന്തർത്ഥം? ഇതെനിക്ക് ആരോഗ്യമുള്ളൊരു സമയമാണ്, ഈ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് പണം സമ്പാദിക്കണം. തീർച്ചയായും ശരിയായ കാര്യമാണ്, നമ്മളത് ഒഫൻഡ് ചെയ്യുന്ന കാര്യമില്ല. എല്ലാവരുടെ ഉള്ളിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു കാര്യം വിട്ടുപോകുന്നത്, ഈ പഠനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയും, ഗീത പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാം മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഈ പഠനം നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ് മാറ്റിവെച്ചാൽ ഇന്നത്തെ ബുദ്ധിയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം 60 വയസ്സ് കഴിഞ്ഞാൽ ബുദ്ധിയിൽ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആ ഒരു ചിന്തയിലാണ് നമ്മളിതിനെ എപ്പോഴും സെല്ല് ചെയ്യുന്നൊരു പോയിൻ്റ്. പിന്നെ ചില കുട്ടികളെയും ചില അധ്യാപകരെയൊക്കെ ഉദാഹരണമാക്കി, ഇപ്പോൾ ഒരു കുട്ടി നന്നായി മലയാളം പറയുകയും ഇല്ലെങ്കിൽ എവിടെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്താലും ആ കുട്ടികളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, സംഭാഷണ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്ക്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ തുറന്നു പറഞ്ഞാൽ പലരും ആ ഭാഷയിൽ എന്തും പറയാം, ഇംഗ്ലീഷ് ആകുമ്പോൾ പല വാക്കുകളും തെറിയല്ല എന്ന രീതിയിലുള്ള ഉച്ചാരണമുണ്ട്. ഇതില്ലാതെ കുട്ടികൾക്ക് ജീവിക്കാം, ഇതില്ലാതെ കാര്യങ്ങൾ പറയാം. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, അതായത് ഞാനൊരു IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇന്ന് വൈസ് പ്രസിഡൻറ്റ് വരുന്നു, വലിയൊരു സീനിയർ മീറ്റിംഗ് ആണ്. അപ്പോൾ എന്നും ചെറുതായൊരു ഭസ്മം തൊടാറുള്ള ഒരു IT-കാരൻ ഉദ്ദേശിച്ചു, ഇന്ന് വൈസ് പ്രസിഡൻ്റൊക്കെ വരുന്നു. സാധാരണ എൻ്റെ കമ്പനി മാനേജറുമൊക്കെ കാണുന്നുള്ളൂ, മാനേജർ ഇന്ത്യനാണ്. പക്ഷേ ഇന്ന് ഞാൻ അവിടെ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് മലയാളി എന്ന് തന്നെ കരുതുക. പുള്ളി കുറിയുടെ ആവശ്യമല്ല ഓഫീസിൽ പോകുമ്പോൾ, ഇവിടെയാണ് ചെയ്യാം, അവിടെ അത് ചെയ്യില്ല. പക്ഷേ പുള്ളി മീറ്റിങ്ങിന് ചെന്നിരുന്നപ്പോൾ വന്ന ഗുജറാത്തിയായ വൈസ് പ്രസിഡൻറ്റ് ഭംഗിയായി ഭസ്മകുരി തൊട്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് പേടിയില്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ പൂർണ്ണമായി നിൽക്കുന്നു. അപ്പം നമുക്കിത് എല്ലായിടത്തും ചെയ്യണമെന്നല്ല. ഇപ്പോൾ ബലമായി രാവിലെ കടയിൽ മുണ്ടെടുത്ത് പോവുക, ചന്ദനക്കുറി തൊട്ട് നിൽക്കുക, ചെണ്ട കൊട്ട്, ഇതെല്ലാം ഇത് വരുന്നൊരു പരിധിയിൽ വരുന്ന കാര്യമല്ല. പക്ഷേ ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ മുന്നോട്ട് നിർത്തുക, അതായത് ആത്മീയതയിൽ ഊന്നി ജീവിക്കുകയും അങ്ങനെ നിൽക്കുന്ന ആളുകളെ അവരെ നോക്കൂ. ആ കുട്ടിയുടെ SAT മാർക്ക് 1800 ഉണ്ട്. അപ്പോൾ 1800 SAT മാർക്കുള്ള ആ കുട്ടി ഇത്രയും ഭംഗിയായി ഭജനയും കാര്യങ്ങളും ഇതുമെല്ലാമായിട്ട് അസോസിയേറ്റ് ആണ്. ആ സക്സസ്ഫുൾ എക്സാമ്പിൾസ് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്ത ഒരു കാര്യം. അത് കാലക്രമേണ നടക്കുന്നൊരു കാര്യമാണ്. പിന്നെ എന്ത് കാര്യവും തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കും, അത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മുന്നോട്ട് പോകും എന്ന ഒരു ബലത്തോടെ ഒരു 3 ഫാമിലിയോ 5 ഫാമിലിയോ മുന്നിലുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നും ലോകത്തിൻ്റെ ഒരു കോണിലുമില്ല. ആ ഒരു ധൈര്യവും ബലവും നമ്മൾ മുന്നോട്ട് വച്ചിട്ടാണ് എന്തും. പൊതുവേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ജീവിക്കാൻ എന്താ പറയുക, ഇങ്ങനെ ജീവിക്കാൻ പാടാണ്, ധാർമ്മിക ബോധത്തോടെ ജീവിക്കുന്നതിനെക്കാട്ടി എളുപ്പം മറ്റേത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രവാസിയാകുമ്പോൾ പൊതുവേ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവം കൂടെയുണ്ട്. അതായത് ഇവിടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് മാറുക എന്നുള്ള, അല്ലെങ്കിൽ കൂടുതലത് അനുവർത്തിക്കുക. പലപ്പോഴും ഗൾഫ് നാടുകളിൽ ഇത് കണ്ടിട്ടുണ്ട്. അതായത് നാട്ടിൽ ഭാഗവതമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കാണാത്തവർ അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിക്കുന്ന രീതിയിലുള്ള അത്രയുള്ള മാറ്റങ്ങൾ അവിടെ അങ്ങനെയും ഉണ്ട്. അപ്പോൾ അങ്ങനെ അനുകൂല ഘടകങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇല്ലേ? തീർച്ചയായിട്ടും. അത് അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയെ ബേസ് ചെയ്ത് പറയുമ്പോൾ കുറച്ച് കുറവായിരിക്കും. കാര്യം ഗൾഫ് നാടുകളെ പോലെ ആയില്ല. അവിടെ ഒരു പക്ഷേ തടയുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നാൽ പിന്നെ അത് ചെയ്യണമല്ലോ അങ്ങനെ ഉണ്ടാവും. പക്ഷേ അവിടെ പറഞ്ഞത് ശരിയാണ്, അവിടെ അത്രയും ഉണ്ടാവില്ല. ഈ മനുഷ്യൻ നമ്മൾ തിക്താനുഭവങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ പലതും ചിന്തിക്കുന്നത്, നമ്മുടെ സ്വത്വബോധത്തിലേക്ക് കൂടുതൽ വരുന്നതും ഇതിങ്ങനെയായിരുന്നു, ഇവരിങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം വരുന്നത്. അത് ദൈവാധീനം കൊണ്ട് അമേരിക്കൻ നാടുകളിൽ നിലവിൽ നമുക്ക് കുറവാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടിയെ നമ്മളൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും എതിരായി ഒന്നും പഠിപ്പിക്കാൻ അവിടെ ആരും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഇവിടെയോ മറ്റു നാടുകളിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ രാമനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ രാവണനെക്കുറിച്ച് അവർ പഠിപ്പിക്കും. അവിടെ രാമനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ രാവണനെക്കുറിച്ചും അറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ്. പക്ഷേ അതിൽ വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഫ്രീ ലാൻഡ് ആയതുകൊണ്ട് അവിടെ ക്രിസ്ത്യാനികളുടെ കുട്ടികൾ പള്ളി പോകാത്തവരുണ്ട്. ആ രീതിയിലുള്ള, കാരണം എല്ലാത്തിനും ഫ്രീ മൈൻഡും ചോദ്യവും വരുന്നതിൻ്റെ ഇതുണ്ട്. ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായില്ലെങ്കിൽ
കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ നമുക്ക് തല്ലാൻ ബുദ്ധിമുട്ടുണ്ട്, ഇതിന് പേടിപ്പിക്കാനൊന്നുണ്ട്. കുട്ടികളെ തല്ലുന്നത് ഇവിടെയാലും അവിടെയാലും ശരിയല്ല, എങ്കിലും ശിക്ഷാ വിധികളിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് കൊച്ചു ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കും. എൻ്റെ അച്ഛന് എന്നെ വളർത്താൻ കിട്ടുന്നത് ഒരു പ്രിവിലേജ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ കുട്ടി ഉറപ്പായിട്ടും ഞാൻ എന്തിനാ ക്ലാസ്സിലിരിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. ആ ഒരു നിർബന്ധിച്ച് പറയാൻ കഴിയില്ല. ഇരുന്നേ പറ്റുമോ നിർബന്ധിച്ച് പറയാൻ കഴിയില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നടക്കും, പക്ഷേ മറ്റൊരു ഇതിൽ നമുക്ക് കുട്ടിയെ പറഞ്ഞു വിടാൻ ഇല്ല. പക്ഷേ പൊതുവേ പിന്നെ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടത്തിൽ പലപ്പോഴും പല ന്യൂസും കാര്യങ്ങളും പലയിടത്തേക്ക് എത്തുമ്പോൾ ഇപ്പം തന്നെ പല വിഷയങ്ങൾ ഇവിടെ തന്നെ സംഭവിക്കുന്നു. നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ആത്മീയതയുടെ അടിത്തറയിൽ ജീവിച്ചു വരുന്ന കുട്ടികൾ പോലും, അല്ലെങ്കിൽ ആ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും പലപ്പോഴും നമുക്കൊരു രീതിയിലും ചിന്തിക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് വഴിതെറ്റി പോവുകയോ മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ ഈ ന്യൂസ് വരുന്നത് ഒരു പരിധിവരെ അത് പ്രയോജനം ചെയ്യും. ഞങ്ങളുടെ പല സ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ കുട്ടികളെ അത് അറിഞ്ഞിരിക്കണം, ഇത് പഠിച്ചിരിക്കണം. മറ്റൊന്നിനുമല്ല, അവരൊരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കൃത്യമായി ഇതിനെ വിചിന്തനം ചെയ്ത് ഒരു തീരുമാനം, ധാർമ്മികത്തിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ ആ ബോധത്തോടു കൂടി തീരുമാനിക്കാൻ സാധിക്കണം. അപ്പോൾ അതാണ് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം. കാലങ്ങളായി ഹിന്ദു സംഘടനാ പ്രവർത്തനങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പലപ്പോഴും നേരത്തെ തന്നെ പോയിട്ടുള്ളവർ ഇത് ഒക്കെ തുടങ്ങാറുണ്ട്, അതങ്ങനെയാണല്ലോ പൊതുവെ. പക്ഷേ കഴിഞ്ഞ ഒരു 10-11 വർഷങ്ങളായിട്ട്, അതായത് പ്രത്യേകിച്ചും കൃത്യമായിട്ട് പറഞ്ഞാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റതിന് ശേഷം കുറച്ചുകൂടെ വിപുലമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട് പലയിടത്തും. അമേരിക്കയുടെ സ്ഥിതി എങ്ങനെയാണ്? അത് ഒറ്റ വാക്കി പറഞ്ഞാൽ, ഈ മോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഞാൻ ഹൈന്ദവനാണെന്നോ ഇല്ലെങ്കിൽ എനിക്ക് സംഘാനുഭാവം ഉണ്ടെന്നോ BJP അനുഭവമെന്നോ പറയാനുള്ള പേടി മാറി. ആ പേടി മാറൽ നടന്നത് മറ്റു പ്രവർത്തനങ്ങളിൽ നമ്മളെ സഹായിച്ചു. ഏതൊരു സ്ഥലത്തും ആദ്യം മലയാളികൾ എത്തുമ്പോൾ അവിടെ തുടങ്ങുന്നത് സാംസ്കാരിക സംഘടനയായിരിക്കും. അത് വളരെ ചുരുക്കമായിരിക്കും, ഒരു റിലീജിയസ് ബേസ്ഡ്. മറ്റ് മതങ്ങളിലത് വ്യത്യാസമാണ്, എങ്കിലും പൊതുവെ സാംസ്കാരിക സംഘടനയിൽ ഒരു തലത്തിലെത്തിക്കഴിയുമ്പോഴാണ് പലപ്പോഴും എന്നാൽ നമുക്കൊരു നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് സംഘടന വേണ്ടേ എന്ന ചിന്തയിലേക്ക് വരുന്നത്. പക്ഷേ ഈ സംഘടനയിലേക്ക് മാറാൻ പലരും ഒരു വിമുഖത കാണിക്കും, പ്രത്യേകിച്ച് ഹൈന്ദവർ. കാരണം അതെന്നെ ബ്രാൻഡ് ചെയ്യപ്പെടും. ഞാൻ ഹിന്ദു വർക്കിന് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിന് മുകളിലേക്കുള്ള എന്ത് വർക്കിൽ ഞാൻ പെട്ടാലും എന്നെ ബ്രാൻഡ് ചെയ്യപ്പെടും എന്നൊരു തോന്നൽ വരും. ഈ ബ്രാൻഡിങ്ങിലൂടെ ഞാൻ ഒന്നും നേടുന്നില്ല. കാരണം ആ ബ്രാൻഡിങ്ങിലൂടെ എൻ്റെ അടുത്ത അസോസിയേഷനിലെ പൊസിഷന് ചെറിയൊരു ബുദ്ധിമുട്ട് സംഭവിക്കും, വോട്ട് കുറയും. ആ ഒരു ചിന്ത മോദിജി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കുറേയേറെ, കാരണം ഇത് അടുത്തൊരു മൂവ്മെൻ്റ് ആണെന്നും ഇത് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി മുതൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നാഷണലിസോ ഇല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികത ഇല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അതിൽ മുന്നോട്ട് പോയാൽ അവിടെ ഒരു പവർ ഉണ്ടെന്നും പലരും മുന്നോട്ട് വന്നു. അപ്പോൾ ആദ്യമായി മോദിജി അവിടെ വന്ന സമയത്താണ് ഏകദേശം 450ഓളം ഹിന്ദുക്കളെയല്ല മലയാളികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. ഒത്തിരി നമ്മുടെ പ്രധാനമന്ത്രി എന്നൊരു കൺസെപ്റ്റിലേക്ക് അതിനെ വളരാനും, അപ്പോൾ ഈ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ അടിയുറച്ച് ഭാരതത്തിനൊരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നും ആ പ്രധാനമന്ത്രി എല്ലാവരുടെയും വെൽഫെയറിലും നമ്മുടെ എന്നുള്ള ആ ചിന്താഗതിയിലുണ്ടായ മാറ്റം വളരെ അധികം സെറ്റുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദു അസോസിയേഷനിൽ തുടങ്ങാനാണെങ്കിലും വരാനാണെങ്കിലും അക്സെപ്റ്റഡായി. അത്രയൊരു വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. പിന്നെ പൊതുവേ പ്രവാസി മലയാളികൾക്കിടയിൽ പൊതുവെ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിലുള്ളതാണ് ഒരുപാട് സംഘടനകൾ. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക KHNA വളരെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 20-25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സംഘടന കൂടെ എക്സ്ട്രാ വരികയാണ്, പ്രത്യേകിച്ച് ഹിന്ദു ബേസിലുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഹിന്ദുക്കൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്? KHNA അഥവാ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക ഞങ്ങളൊരു മാതൃസംഘടനയായി കണക്കാക്കുന്ന ഒരു സംഘടനയാണ്. സത്യാനന്ദ സരസ്വതി സ്വാമി അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെയുള്ള ഒത്തിരി നേതാക്കളുടെയും ഒക്കെ പ്രചോദനഫലമായിട്ടുണ്ടായ സംഘടനയാണ്. എല്ലാ സംഘടനകളും പോലെ തന്നെ വളരെ മനോഹരമായ വിഷനും ഒരു 13 അംഗ മിഷൻ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഉള്ള സംഘടനയാണ്. പക്ഷേ KHNA രൂപീകരിച്ച കാലഘട്ടത്തിലെ അന്നത്തെ ഹിന്ദുവിൻ്റെ ആവശ്യം ചെറുതായിട്ട് വ്യത്യസ്തമായിരുന്നു. അപ്പം അന്ന് രൂപീകരിച്ചവർ നമുക്ക് ഹിന്ദുക്കൾക്കായി ഒരു സംഘടന വേണ്ടേ? അന്ന് സംഘടന ഇല്ല. ഒരു പ്രാഥമിക ലക്ഷ്യം അതാണല്ലോ, ഹിന്ദുക്കൾക്ക് കൂടാൻ ഒരു സംഘടന. പിന്നെ തലമുറകൾ മാറുന്നതിനനുസരിച്ച് നമുക്ക് അന്നത്തെ ആവശ്യം, ഇന്ന് അങ്ങനെയൊരു ഹിന്ദുക്കൾക്ക് കൂടാനായൊരു രംഗത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഹൈന്ദവ ധർമ്മം നമുക്ക് നമ്മുടേതായ രീതിയിൽ തലമുറയ്ക്ക് കൈമാറാനും ഒക്കെ. അപ്പോൾ ഒരു ജനറേഷൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം അവിടെയുണ്ട്.
ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ. ഞാൻ KHNയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, 2 വർഷം സേവനം അനുഷ്ഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, മുന്നോട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടെ കോറായി ഒരു വർക്ക്, അതായത് ഇപ്പോൾ ഈ 2 വർഷം കൂടുമ്പോഴുള്ള കൺവെൻഷനുകളാണ് മേജറായിട്ട് ചെയ്യുന്നൊരു ഇവൻറ്റ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ KHN 5-6 കൺവെൻഷൻ നടത്തി. കുട്ടികൾക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് നമുക്കൊരു ശൂന്യത ഫീൽ ചെയ്യുന്ന പോലെ തോന്നും. അത് ആരുടെയും കുറ്റമല്ല, ആ ഒരു ഏരിയയിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പാകത്തിനുള്ളൊരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും ആ സംഘടന വളർന്നെത്തിയിട്ടില്ല. പിന്നെ അന്ന് പ്രവർത്തിച്ചവർ പഴയ കാല ആളുകളുടെ അന്നത്തെ റിക്വയർമെൻറ്റ് അതല്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഒരു പക്ഷേ ബാലഗോകുലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, മറ്റ് പല ബാക്ക്ഗ്രൗണ്ടുകളിലാണ് നമ്മൾ അവിടെ എത്തിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു H1 മോളിലെ വിസകളിലുള്ള ഒരുപാട് ആളുകളുടെ ഇതും അത് വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു കോറായി ഒരു ഹൈന്ദവത മുന്നിൽ നിർത്തിക്കൊണ്ട്, പിന്നെ നമുക്ക് മറ്റു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ മുഖം ഒരുപക്ഷെ ഹൈന്ദവ സംഘടനയിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ട വന്നാൽ നമുക്ക് 2 വശം നോക്കണ്ട. ഇപ്പോൾ KHN ആയാലും മന്ത്രി ആയാലും എല്ലാം നോൺ പൊളിറ്റിക്കൽ 501(c)(3) ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടോ പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ ഹിന്ദുവിൻ്റെ ഒരു കാര്യം ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നു പറയുന്നു. അപ്പോൾ നമുക്ക് തികച്ചും ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒപ്പം നിന്ന് പടമെടുക്കുന്നുള്ള പേടിയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംഘടന എന്നൊരു. അപ്പോൾ ഈ കോറായിട്ട് ഈ ആക്ടിവിറ്റീസിനെ ഒന്ന് ബാധിക്കുക. ഇപ്പോൾ ക്ലാസ് എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സംഘടനയ്ക്കൊരു ഹൈന്ദവ ക്ലാസ് എടുക്കണം, അത് ഗീതയാകട്ടെ എന്തും ആകട്ടെ, ഓർഗനൈസ് ചെയ്യാൻ ആളുണ്ടാവും. ഓർഗനൈസേഴ്സിനെ ആ ക്ലാസ്സിലിരുത്താൻ ആരും ഉണ്ടാവില്ല. അവർ ഭംഗിയായി ഓർഗനൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഭജനയാണെങ്കിലും പലപ്പോഴും അങ്ങനെയല്ലേ, ഭജനയ്ക്ക് ഒത്തിരി ഓർഗനൈസേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഓർഗനൈസ് ചെയ്യാൻ നിൽക്കുന്നവരും ഭജനയ്ക്ക് ഇരിക്കുന്നവരും കുറവാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം കുട്ടികളിത് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന കുട്ടികളാണ് പല സെക്കൻഡ് ജനറേഷൻ ആളുകളും ഇതിനകത്തേക്ക് തീരെ വരാതെ ഇപ്പോൾ ഒരു നല്ല വിഭാഗം ആൾക്കാർ ചേർന്നൊരു ഹൈന്ദവ സംഘടന തുടങ്ങി. പക്ഷെ അവരുടെ ആരുടെയും കുട്ടികൾ സംഘടനയിലില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചത്. അത് മനസ്സിലാക്കി. അപ്പോൾ പക്ഷേ നമുക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും പല സംഘടനയും ഒരുമിച്ച് അവരെ പലപ്പോഴും നമുക്കത് ഒഫൻഡ് ചെയ്യാതെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ആ സാഹചര്യത്തിലാണ് മന്ത്രയുടെ രൂപീകരണം നടന്നത്. പിന്നെ സംഘടന വലുതാവുമ്പോൾ ഒരു പ്രസിഡൻ്റാണുള്ള ഒരു സംഘടനയ്ക്കുള്ളൂ. അപ്പോൾ പലപ്പോഴും പല രീതിയിലും ഓൾറെഡി ഒത്തിരി സീനിയേഴ്സ് അവരുടെ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിനൊരു ചേഞ്ച് വരണമെങ്കിൽ വർഷങ്ങൾ ഒത്തിരി പിടിക്കും. അപ്പോൾ ആര് പ്രസിഡൻ്റ് എന്നുള്ളതല്ല, വീക്ഷണമാണ് പ്രശ്നം. അപ്പോൾ ആ വീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ അവിടെ നിന്നാണ് മന്ത്ര എന്ന പുതിയൊരു സംഘടന, പുതിയ നൂതനമായ ലക്ഷ്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ആദർശങ്ങൾ ഒട്ടും ചോരാതെ എന്തിനു വേണ്ടിയാണോ KHN രൂപീകരിച്ചത് ആ രൂപീകരിച്ച ആദർശങ്ങൾ ഒട്ടും ചോരാതെ മറ്റൊരു സംഘടന, പിന്നെ അത് നമ്മൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ ഓരോ ഓർഗനൈസറും ഒരു പഠനം നടത്തുന്ന ആളാവണം, അവൻ്റെ ധാർമ്മികത വളരണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി മാത്രമെന്നല്ല. അവിടെ നിന്നാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതെല്ലാം നാഷണൽ സംഘടനകളാണ്. പിന്നെ അമേരിക്കയുടെ ഒരു ഭൂപടത്തിൻ്റെ രീതി അറിയാമല്ലോ. ഇപ്പോൾ കാലിഫോർണിയ ആയിട്ട് ഞങ്ങൾക്ക് 3 അവറിൻ്റെ വ്യത്യാസം, 5 അവറിൻ്റെ ഫ്ലൈറ്റ്. സംഘടനകളിലേക്ക് ആൾ വരുന്നത് എപ്പോഴും വ്യക്തിബന്ധങ്ങളാണ് ആദ്യം രൂപീകരണമാകുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാൾ വന്നു ഉടനെ KHN എന്ന് കണ്ടു, ഇല്ലെങ്കിൽ മന്ത്ര എന്ന് കണ്ടു, ഓക്കെ ഇനി മന്ത്ര പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ആദ്യം ഇമെയിൽ തുടങ്ങുന്നതല്ല. ഒരു വ്യക്തിബന്ധമാണ് അതിനകത്ത് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ആ വ്യക്തിബന്ധം ഇത്രയും ചിതറിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡെവലപ്പ് ആകുമ്പോൾ 2 സംഘടനയുണ്ടെങ്കിൽ അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളും വ്യക്തിബന്ധങ്ങളും വരും. ഇല്ലെങ്കിൽ എപ്പോഴും ഓക്കെ അവർ കുറച്ച് പേര് അതിന് വർക്ക് ചെയ്യുന്നു. ആ വ്യക്തിബന്ധത്തിലൂടെ കുടുംബ ബന്ധങ്ങൾ വളരും. കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്കത് സാധിക്കും. ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഇപ്പോൾ ഗസ്റ്റുകൾ കൊണ്ടുവന്നു. ഇപ്പോൾ 2 കൺവെൻഷൻ നടന്നാലുള്ള അഡ്വാൻറ്റേജ്, അനേകം സന്യാസിമാരും അനേകം പ്രഭാഷകരും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ നിലവിലുണ്ട്. ഒരു കൺവെൻഷനിൽ അവരെ എത്തിക്കുന്നതും 2 കൺവെൻഷൻ നടക്കുമ്പോൾ അവരെ എത്തിക്കുന്നതും ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് രണ്ടും പരസ്പരം ആരോഗ്യകരമായ ചില മത്സരങ്ങളും ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്നൊരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അല്ലാതെ പ്രത്യക്ഷത്തിൽ അവിടെ ഒരു ഇതൊന്നും വഴക്കോ കാര്യങ്ങളോ നിലനിൽക്കുന്നില്ല. മാത്രമല്ല കൺവെൻഷൻ തീയതികളൊക്കെ മാറ്റി നിശ്ചയിക്കുക, പിന്നെ പരസ്പരം സഹകരിച്ചു. പിന്നെ കോമൺ ആയിട്ടൊരു കോഴ്സ് നടന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മാഘ സെലിബ്രേഷൻ നടക്കുന്നു. അവിടെ നിന്ന് പിന്തുണയ്ക്കേണ്ടി വന്നാൽ അവിടെ ഒരു ഒറ്റ സംഘടന രീതിയിൽ നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്ക് പറയാം. ഇനിയിപ്പോൾ അടുത്തൊരു പുതിയൊരു സംഘടന വന്നുകൂടായില്ല. എന്തു വന്നാലും ഹിന്ദുവിൻ്റെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സിന് ഒരുമിച്ച് നിൽക്കുക എന്നതാണ്. പക്ഷേ മന്ത്രിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആ കോറിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക, അതിൽ നിന്ന് പ്രവർത്തിക്കുക, കൂടുതലും ആധ്യാത്മിക തുളുമ്പി നിൽക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്തുക. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു ക്ലാസ് സ്ട്രക്ചർ, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു വർക്ക് ഈ വരുന്ന ജൂണിൽ ഒരു തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നു മന്ത്ര.
പ്രധാനമായും അയോധ്യ, കാശി ഇതിൽ. അപ്പോൾ തീർത്ഥയാത്ര സാധാരണ ആരാണ് സംഘടിപ്പിക്കുന്നത്, ആരാണ് പോകുന്നത്? എപ്പോഴും ഒരു 60 കഴിഞ്ഞ ആളുകൾ, ഇപ്പോൾ എനിക്ക് തീർത്ഥയാത്ര പോകാൻ സമയമായില്ല എന്ന്. ആ കാലഘട്ടം മാറി. ഇപ്പോൾ നമുക്ക് പറ്റുന്ന പ്രായത്തിൽ പോകുന്ന ഇതാണ്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു യങ് ഗ്രൂപ്പിനെ സംഘടിപ്പിച്ച് പോയാൽ അവരുടെ മക്കൾ ഇപ്പോഴേ അത് കാണുന്നു, ഇതിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് പോകുന്നു. പക്ഷേ ഇതൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് മറ്റൊരു സംഘടന ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. സാധിക്കായികയല്ല, പക്ഷേ പല കാര്യം കൊണ്ടും അതൊരു പ്രധാന ലക്ഷ്യമായി അവരതിനെ കാണണമെന്നില്ല. അവിടെയാണ് മന്ത്രിയുടെ പ്രസക്തി. ഇങ്ങനെയുള്ള എല്ലാം ഇപ്പോൾ നമ്മൾ പോലെ അറിയപ്പെടാത്തവരെ അറിയപ്പെടുത്തുന്നത് നമ്മൾ പ്രവൃത്തികൾ കണ്ട്. ഇപ്പോൾ വൈദ്യുതിന് ഒരു പക്ഷേ അറിയായിരിക്കും, നമ്മളിപ്പോൾ നമ്മുടെ വയനാട് പോയി സഞ്ജീവ് ഡോക്ടർ, അജിത ഡോക്ടർ ദമ്പതികളെ അവർക്ക് ചെയ്യുന്ന വർക്കുകൾ, നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ഒത്തിരിയുണ്ട്. അപ്പോൾ 2 സംഘടന ഉണ്ടായതുകൊണ്ട് എന്ത് നേടി? മന്ത്രിക്ക് അവരെ കണ്ടെത്താൻ സാധിച്ചു. അവർക്ക് സ്വാസ്ഥ്യ മിത്ര പുരസ്കാരം കൊടുക്കാൻ സാധിച്ചു. അവരെ കൂടുതൽ അമേരിക്കയിലുള്ള ദൂരം ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവരത് ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ഇപ്പോൾ ബൗണ്ടറി ബിയോണ്ട്, ഡോക്ടേഴ്സ് ബിയോണ്ട് ബൗണ്ടറി, അത് പല ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരിലേക്ക് ഇവരെ എത്തിക്കാൻ സാധിച്ചു. പല രീതിയിലൊരു കണക്ഷൻ ഡെവലപ്പ് ആവുന്നു. അവിടെയാണ് മന്ത്രിയുടെ ഒരു പ്രസക്തിയായിട്ട് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ അടുത്ത 2027 അടുത്ത കൺവെൻഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പൂർണ്ണമായിട്ടും പ്ലാൻ ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ എങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചും കേരളത്തിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഞങ്ങളുടെ ആദ്യ കൺവെൻഷൻ സുദർശനം എന്ന ഒരു രീതിയിലാണ്. സന്ദർശനങ്ങളും ഇതും, പിന്നെ ഗുരുവായൂരപ്പൻ്റെ ടെമ്പിളിൻ്റെ ഹൂസ്റ്റണിൻ്റെ ഇതിലായിരുന്നു. രണ്ടാമത് ശിവോഹം എന്ന കൺസെപ്റ്റിലാണ്. ഇത് 3 ശാക്തേയം. അപ്പോൾ ശാക്തേയമായി ദേവിയുടെ പൂർണ്ണരൂപം ഞങ്ങൾ ഭുവനേശ്വരി ദേവിയാണ് അതിൻ്റെ വിഗ്രഹമായിട്ട് എന്നതും. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വിഗ്രഹം അവിടെ എത്തിക്കുന്നു, പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ പ്ലസ് ഇതുപോലുള്ള കുറച്ച് വ്യക്തിത്വങ്ങളെ നമ്മൾ അധികം പ്രശസ്തരാവാത്ത, പക്ഷേ എന്നാൽ പ്രശസ്തരാകേണ്ട വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ച് അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു. ആധ്യാത്മികയിൽ ഊന്നി നിന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ അതിൻ്റെ ഭാഗമായി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പം മന്ത്രിയുടെ വിശ്വകോലം ക്ലാസ് തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ പറയുമ്പോൾ സംഘടന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. നാളെ ആ ബന്ധങ്ങൾ വേണം. അപ്പോൾ അതുപോലുള്ള വർക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. പിന്നെ ഒരു വലിയ 3 ദിവസത്തെ, ഇപ്പോൾ ന്യൂയോർക്കിൽ വെച്ച് തന്നെയാണ് കൺവെൻഷൻ നടക്കുന്നത്. ന്യൂയോർക്കിൻ്റെ പരിസര പ്രദേശം ജൂലൈ 3 മുതൽ 5 വരെയാണ് നിലവിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ്. അതവിടെ ലോങ് വീക്കെൻഡാണ്. ആ സമയത്താണ് ഡേറ്റ്. പദ്ധതികൾ ഇപ്പോൾ സോപാന സംഗീതം മുതൽ മറ്റ് ഇപ്പം എല്ലാം തനതായ കാര്യങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. യാത്ര ചെയ്യാനും ഇഷ്ടം പോലെ ഗ്രൂപ്പുകളും ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ മോഡലിൽ ഹിന്ദു കൺവെൻഷനാണോ, കഥകളി ഉണ്ടാവും. ഇപ്പോൾ കഥകളി ആരാ കാണുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ആ ഒരു പ്രൈം ടൈമാണ് ആളുകളുടെ അവിടെ കിട്ടുന്നത്. ആ പ്രൈം ടൈമിൽ നമ്മൾ അതിനാണോ പ്രാധാന്യം, നമുക്ക് മറ്റെന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പലതും. ക്ഷേത്രകലകളെന്ന് പറഞ്ഞൊരു ക്ലീശയായി മാറിയിരിക്കുകയല്ലേ. ക്ഷേത്രകലകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. വരുന്ന ആർട്ടിസ്റ്റ് 3-4 മണിക്കൂർ എടുത്ത് ഇത് ചെയ്യാനും 10 മിനിറ്റ് ഒരു ഇതിൽ നടത്താനും സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പല ബുദ്ധിമുട്ടുകളുണ്ട്. കൺവെൻഷൻ നടത്തുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നല്ല ക്ലാസിക്കലായിട്ടുള്ള കുറേ ഇവൻറ്റ്സ് കൊണ്ടുവരിക, മോർ ക്ലാസിക്കലായി കാര്യങ്ങളിലേക്ക് എത്തിക്കുക, അതിലൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാനുള്ളൊരു ഇതിലല്ല, പക്ഷേ എല്ലാം പദ്ധതിയിലാണ്. കാരണം പലരുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ബേസൊക്കെ എത്തും വരെ ഇത് പറയേണ്ടത്. പക്ഷേ വളരെ നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്ലാനുകൾ 2 വർഷം മുമ്പേ തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ സംഘടനയുടെ ഒരു സംവിധാനത്തിൻ്റെ ഡിഫറൻസ് അതാണ്. ഞങ്ങൾക്കൊരു പ്രസിഡൻ്റ് എലക്റ്റ് എന്ന സംവിധാനമുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്നതിനൊപ്പം പ്രസിഡൻ്റ് എലക്റ്റിനെ എലക്ട് ചെയ്യും. അപ്പോൾ 4 വർഷത്തേക്ക് പ്ലാനിങ് കിട്ടും. അപ്പോൾ ഞാൻ പ്രസിഡൻ്റ് എലക്റ്റായിരുന്നു കഴിഞ്ഞ 2 വർഷം. അപ്പോൾ ഓൾറെഡി പദ്ധതികളും പ്ലാനുകളും നമുക്കിടാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു നല്ല കൺവെൻഷനായിട്ട് തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടുന്ന് പലവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, എത്തുന്നു. ഈവൻ മഹാമണ്ഡലേശ്വരിയെ കഴിഞ്ഞ ദിവസം കണ്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അതുപോലുള്ള വ്യക്തിത്വങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമേരിക്ക എന്നുള്ള രാജ്യത്ത് നേരത്തെ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ഒരു ഹിന്ദു പ്രവർത്തനങ്ങളിലോട് ഒരേ രീതിയിലുള്ള അനുഭവം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ പുതിയ പ്രസിഡൻറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പം നേരിടുന്നുണ്ടോ? അല്ല, അതിന് ഒരു ഒറ്റവാക്കിൽ ഉത്തരം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് പല സ്ഥലങ്ങളിലും അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി ഒരു വ്യത്യാസവും അവിടെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ന്യൂയോർക്ക് നമ്മുടെ
എല്ലാവരെയും ഉൾപ്പെടുന്ന ഒരു സ്ഥലം പോലെയാണ്. കൂടുതൽ ഡെമോക്രാറ്റ്സ് ആണ്, പക്ഷേ ഞാനൊക്കെ താമസിക്കുന്നിടത്ത് റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു മിക്സാണ്. പിന്നെ നമ്മൾ ഈ ഒറ്റപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് അവിടെ ഇവിടെ അത് എല്ലാ രാജ്യത്തും നിലനിൽക്കുന്ന കാര്യങ്ങൾ കാണാം. പിന്നെ കുറച്ചൊക്കെ നമ്മളും കുറച്ച് ശ്രദ്ധിക്കണം. ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും പല മനുഷ്യരുടെയും മനസ്സിലുണ്ടാകുന്ന ആ ഒരു പേടിയും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ വിദ്വേഷമായി അതിനെ പേടിക്കാം. നമ്മളത് കുറച്ച് മനസ്സിലാക്കി ഈ ഒറ്റവാക്കി പറഞ്ഞാൽ അമേരിക്കയിൽ പോയി ജീവിച്ച് നമ്മൾ നമ്മുടേതായ റിലീജിയസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെണ്ടയും കൂട്ടി റോട്ടിലിറങ്ങണമെന്നൊന്നും പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടേതായ ഒരു അരീനയിൽ ചെയ്തെടുക്കുക എന്നുള്ളതല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ നിന്ന് ഒരുത്തൻ കോഴിക്കോട് വന്നിട്ട് രാവിലെ വിഷുവിന് പടക്കം പൊട്ടിക്കലങ്ങ് 2 ദിവസത്തേക്ക് നീണ്ടാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത്രയൊക്കെ ഉള്ളൂ ഇത്. അത് ചിന്തിക്കാനുള്ളൊരു വിവേചന ബുദ്ധി. പിന്നെ നമ്മൾ ഒരുപാട് പേര് ഒരു സ്ഥലത്തായി കഴിയുമ്പോൾ സ്വസിദ്ധമായി നമ്മളും ചെറിയൊരു തിണ്ണപിടിക്കുന്ന ആൾക്കാരൊക്കെ ആവും. അത് നമ്മുടെ മലയാളികളുടെ സ്വസിദ്ധമായിട്ട് ഇതിലുള്ളതാണ്. അല്ലാതെ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ പ്രത്യേകിച്ചൊരു അപ്രൂവൽ പ്രശ്നമോ. ഇപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇന്നാണെങ്കിലും നിങ്ങൾക്കൊരു അമ്പലം പണിയണമെന്നുണ്ടെങ്കിൽ ഇന്നും അമേരിക്കയിലാണ് ഭാരതത്തേക്കാൾ എളുപ്പം, ഇല്ലെങ്കിൽ ഒന്നോടെ പറഞ്ഞാൽ കേരളത്തേക്കാൾ എളുപ്പം. കാരണം അതുപോലെ റിലീജിയസ് ഫ്രീഡം ഇന്നും തരുന്നൊരു സ്ഥലം തന്നെയാണ് അവിടെ. പിന്നെ ഇപ്പോൾ ട്രംപിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അത് ആത്യന്തികമായി അവിടുത്തെ ആളുകൾക്ക് ഗുണം ചെയ്യുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രസിഡന്റ് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ, അവരുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യ എന്ന രീതിയിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ളതല്ല പലതും. പക്ഷേ ഇതിൻ്റെ 2 വശവും നമ്മൾ കാണാതെ പോകരുത്. അതായത് ഇപ്പോൾ 40 വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നു, അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു, കുട്ടികൾ അവിടെ പഠിക്കുന്നു, കൊച്ചുമക്കൾ അവിടെ പഠിക്കുന്നു, അവരുടെ ജോലിയിൽ നിൽക്കുന്നു. പിന്നെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായി ട്രംപിനെ പോലെ ഒരാൾ വരുമ്പോൾ സ്വസ്ഥമായും അദ്ദേഹത്തിനൊരു രീതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതിയിൽ പലതും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കും. അത് ഒരുപക്ഷെ ഒരു വേൾഡ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റേതായ കുറവുകളും അതിന് അഭംഗിയും ഇല്ലെങ്കിൽ ചെയ്യരുതാത്തതായിട്ടും പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഒരു നാഷണലിസ്റ്റ് വ്യൂവിൽ നിന്ന് US നിന്ന് വീക്ഷിക്കുമ്പോൾ പലതും അത് അപ്പോൾ ഈ ഇതിനൊക്കെ അവിടെ ജനങ്ങൾക്കൊരു പിന്തുണ ട്രംപിനുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പലപ്പോഴും. തീർച്ചയായിട്ടും ട്രംപിന് പിന്തുണയുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രസിഡൻ്റായി, രണ്ടാമതൊന്ന് ഒരു തോൽവി അടഞ്ഞ്, മൂന്നാമത് അദ്ദേഹം തിരിച്ചു വരണമെങ്കിൽ ആ ഒരു ജനപിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. അത് ട്രംപ് എന്ന വ്യക്തിയേക്കാൾ ലോകത്ത് നിന്ന് നടക്കുന്ന മറ്റു പല സ്ഥലത്തും നടക്കുന്നതും ഇല്ലെങ്കിൽ കയ്യേറ്റപ്പെടുന്ന ഉള്ള കാര്യങ്ങളും അത് ഇവിടെയും സംഭവിക്കുമോ എന്നതിൻ്റെയൊക്കെ ഒരു ഭീതി കൂടിയാണത്. എന്ന് കരുതി ട്രംപ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ ഉണ്ട് എന്ന് പറയാനും വയ്യ. ഒരു പർട്ടിക്കുലർ വിഷയം എടുത്ത് നമ്മൾ ഒരുപക്ഷെ ഒരു സർവേയിലിട്ടാൽ അവിടെ ചിലപ്പോൾ ജനപിന്തുണ ഒരുപക്ഷെ ട്രംപിന് താഴെ പോയിരിക്കും. പക്ഷേ ഇൻ ബിഗ് പിക്ചർ ഡെഫിനറ്റ്ലി ആ ഒരു സപ്പോർട്ട് എന്നും നടക്കുന്നുണ്ട്. പിന്നീട് ജോലി സാധ്യതയൊക്കെ അവിടെയും കൂട്ടേണ്ട ഒരു സാഹചര്യം അവിടെ നിലനിൽപ്പുണ്ട്. പിന്നെ ഭാരതം പോലെ ഒരു രാഷ്ട്രത്തോട് നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും ഉണ്ടല്ലോ കുറച്ചുകൂടെ എപ്പോഴും സൗഹാർദ്ദപരമായി തന്നെ ഒരു സമീപനത്തിലൂടെ മുന്നോട്ട് പോവുകയും മ്യൂച്വലായി രണ്ട് രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സൗഹൃദം വേണമെന്ന് നമുക്കുണ്ട്. തീർച്ചയായിട്ടും മോദിജിയുടെയും അദ്ദേഹത്തിനും തമ്മിലുള്ള നേതൃത്വത്തിൽ നടക്കുമെന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷതയൊക്കെ കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായി ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതൊക്കെ വരും. പക്ഷേ എന്നാലും കാലങ്ങളായി 40-50 വർഷങ്ങളായി അവിടെ ജീവിക്കുന്നവർ അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വൺ സൈഡഡ് ആയിട്ട് ഇതിനെ കണ്ട് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അതിനെതിരെ ഇരിക്കാതെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, IT മേഖലയിൽ ഇന്ത്യ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ഇല്ല. അത് ഒന്നുകിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വിസകളാകട്ടെ, ഇല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ് ആകട്ടെ, ഇതെല്ലാം വേണ്ട, ഇല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറയുന്നതൊന്നും നടപടിയാവുന്ന കാര്യമില്ല. അതിൻ്റെ ശക്തി ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ യുവത്വവും ഇന്ത്യയുടെ ബുദ്ധിയും നമ്മുടെ ചെറുപ്പക്കാരും എല്ലാം നമ്മുടെ ഒരു ശക്തിയാണ്. ആ യാഥാർത്ഥ്യബോധം എല്ലാ ലോക നേതാക്കൾക്കും ഉണ്ട്, ട്രംപിനുമുണ്ട്. പിന്നെ പലതും പല കമ്പനികളിലുമായിട്ടുള്ളതും ബിസിനസ് പരമായിട്ടുള്ളതും ബാർഗെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയും കാലത്തിനിടയിൽ H1 എണ്ണം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്തിട്ടില്ല. വർഷങ്ങൾ എത്രയും ഇതിലും വലിയ ബുദ്ധിമുട്ടും ജോലിയില്ലായ്മയും ഒക്കെ
അമേരിക്കയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. അത് മെഡിക്കലിലും നമ്മുടെ നേഴ്സുമാർക്ക് കിട്ടുന്ന ഒരു വേൾഡ് ലെവലിൽ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം, മെഡിക്കൽ ഫീൽഡിൽ നമ്മുടെ ഒരു ശക്തി, അതെല്ലാം അങ്ങനെ നിലനിൽക്കും. പിന്നെ മറ്റൊരു ഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, കുറച്ച് ലോക സാഹചര്യം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇതിലേക്ക് നമ്മളും ഉയരേണ്ടിയിരിക്കുന്നു. മലയാളികൾക്ക് പൊതുവെ കുറവാണ്. നമ്മൾ അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഇപ്പോൾ ദാണ്ടിയ നടക്കുന്നു, സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്ത് ദാണ്ടിയ നടത്തും, വരുന്നവരത് എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യം എപ്പോഴും അവിടെയുണ്ട്, വളരെ ഹൈ എൻഡായിട്ട്. പക്ഷേ അതേസമയം ഇതിനൊരാഴ്ച മുമ്പ് സാന്ദർഭികമായി എന്തെങ്കിലും ഒരു ആക്രമണം ആരെങ്കിലും നടന്നു, അവരെന്തെങ്കിലും ഒരു പേരുകൾ അവർ ഇന്ത്യയിലേക്ക് അവരെ കണ്ടുപിടിച്ചു, പിറ്റേ ആഴ്ച നമ്മളത് ചെയ്യുമ്പോൾ അവർക്ക് മനുഷ്യരല്ലേ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ നടന്ന വിഷയങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ശരിയായ സമയമല്ല, ഒന്ന് ചെയ്യണം. ആ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് നമ്മളത് അറിയുന്നു. പിന്നെ ഞങ്ങളെപ്പോഴും പറയും, ഈ റോട്ടിൽ ചെണ്ട കൊട്ടേണ്ട ആവശ്യമില്ലെങ്കിൽ കൊട്ടാതിരിക്കുക കഴിവതും. പുറത്ത് ചെല്ലുമ്പോൾ ആ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഒന്നുമില്ല. പിന്നെ ഇന്ന് മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് പരമാധികാരം നൽകുന്ന ഒരു രാജ്യമാണ്. അവിടെ വന്ന് താമസിക്കുന്ന ലീഗലായി താമസിക്കുന്നവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും എല്ലാം തരുന്ന ഒരു രാജ്യമാണത്. അപ്പോൾ അതിനെ മാനിക്കുക. അതേസമയം റീസെൻ്റ്ലി ഒത്തിരി ഇന്ത്യൻ കോക്കസുകളുണ്ട്. അതായത് ഇന്ത്യയുടെ പ്രൈമായിട്ടുള്ള ഒരു നമ്മുടെ കച്ചവട താല്പര്യങ്ങളല്ല മൊത്തത്തിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേൾഡ് ലെവലിലുള്ള ചിന്തയാണല്ലോ എപ്പോഴും നമ്മൾ നോക്കുന്നത്. പ്രോസ്പെരിറ്റിയിലാണെങ്കിലും അതിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാ സംഘടനകളും. ഈ അടുത്തിടയ്ക്കൊരു 50ഓളം സംഘടനകളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ രാഷ്ട്രീയമൊന്നുമില്ല അതിൽ ബേസിക്കലി ഇന്ത്യയുടെ ഒരു നയം രൂപീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഒരു വശം കൂടി കേൾക്കണം എന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വരും. നിലവിൽ പത്രത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ ഏതായാലും അമേരിക്കയിലില്ല. പൊതുവേ ഒരു പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്, പ്രത്യേകിച്ചും ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മലയാളി ഹിന്ദു അസോസിയേഷൻ എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള ബന്ധങ്ങൾ മറ്റ് അസോസിയേഷനുകളുമായിട്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെ അസോസിയേഷനുകളുമായിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ സഹകരിച്ച് പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ചോദ്യമാണ് ആക്ച്വലി. കാരണം ഈ മലയാളി ഹിന്ദു എന്ന പേര് കൊടുക്കുമ്പോൾ തന്നെ ഹിന്ദുവിന് മലയാളി എന്നോ തമിഴനെന്നോ ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഒന്നുമില്ല, ഹിന്ദു ലോക ആണ്. ആരൊക്കെയാണോ സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ധർമ്മവും കർമ്മവും എന്ന അടിസ്ഥാന തത്വം മാനിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. നമ്മൾ ഈ മലയാളികളായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് മലയാളി ഹിന്ദു. ഞങ്ങളുടെ ഒരു മലയാളി ഹിന്ദു എന്ന് പറഞ്ഞാൽ മലയാളം എന്ന ഭാഷ അതിൽ നിൽക്കണം എന്നുള്ളതാണ് മലയാളി ഹിന്ദു എന്ന മന്ത്രയുടെ മലയാളി ലക്ഷ്യം. നമ്മൾ മിസ് ചെയ്യുന്നൊരു ഏരിയയാണ് മറ്റ് ഹൈന്ദവ ഗ്രൂപ്പുകളുമായിട്ട്, മലയാളി അല്ലാത്ത ഹൈന്ദവ ഗ്രൂപ്പുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിൽ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ കോളേജിൽ പോകും, നമ്മുടെ കുട്ടികൾ കോളേജിലും അവിടെ മലയാളി ഹിന്ദു ഓർഗനൈസേഷൻ ഇല്ല. അവിടെ കാണുന്നത് ഒരു ഇന്ത്യൻ ഹിന്ദു ഓർഗനൈസേഷനായിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് അവർ നമ്മുടെ കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊരു അജണ്ട ഐറ്റം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് ഹിന്ദു ഓർഗനൈസേഷനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ പ്രസിഡന്റിനോട് സംസാരിക്കുക, അങ്ങനെ കാര്യങ്ങളിൽ പങ്കെടുക്കുക. അതിനകത്തൊരു ദേശീയത ബോധവും കൂടി അതിനകത്ത് വരും. ഇല്ലെങ്കിൽ നമ്മൾ തികച്ചും ഒരു കേരളത്തിൽ വെക്കേഷൻ വരുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ കാണുന്നു, മലയാളി ഹിന്ദുവായിട്ടെന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരും. അപ്പോൾ അതിൽ ഇൻഡിക്കേറ്റഡ് ആണ്. മാത്രമല്ല നമ്മൾ ഈ മലയാളം ക്ലാസ്സുകൾ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൽ നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. എന്നാൽ മാത്രമാണ് പൊതുവായി ഈ സംസ്കാരം എന്ന് പറയുന്നത് മലയാളി ഹിന്ദുവിന് അവകാശപ്പെട്ടല്ലോ. നമ്മൾ ബേസിക്കലി ഇന്ത്യൻ സംസ്കാരവും ഭാരതീയതയും ഹൈന്ദവ സംസ്കാരവും ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള, പക്ഷേ അതിൻ്റെ മലയാളിത്ത ഭാവം ഒട്ടും കുറയാതെ കാത്തു സൂക്ഷിക്കുക. അതിൻ്റെ ഒരു മിക്സിലാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൺവെൻഷനുകളിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള, ഇപ്പോൾ സന്യാസിമാരാണെങ്കിലും മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുക, കുറച്ചുകൂടെ ഒരു മിക്സ് കൾച്ചർ കാര്യങ്ങൾ അവിടെ കാണിക്കുക, നമ്മുടെ തനതായ കാര്യങ്ങളിലോട്ടും പോവാതെ എന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. 2 പതിറ്റാണ്ടുകളിലധികമായി അമേരിക്കൻ ജീവിതം. അപ്പോൾ അവിടെ ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്നു, അതിൻ്റെ ചുമതലകളിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ ആദ്യ ചോദ്യത്തിൽ പറഞ്ഞ പോലെ, വേരുകളിൽ ആ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ പാഠങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവമോ ഉണ്ടായാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ നാട്ടിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഘവുമായി ബന്ധപ്പെട്ട് സംഘപ്രസ്ഥാനങ്ങളുമായിട്ടും പരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അതിനുശേഷം കോളേജിലാണെങ്കിലും ABVP
ആയിട്ട് വളരെ ബന്ധപ്പെട്ടു. അതിനുശേഷം എൻ്റെ പഠനം പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയിൽ എത്തിയ സമയത്ത് തീർച്ചയായിട്ടും നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ ആദ്യം നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രഗ്ലിംഗ് പീരീഡിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണോ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു ആദർശം എന്നതിൽ അതിൻ്റെ രീതിയിലുള്ള വർക്കുകൾ നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രചരണം എന്നുള്ളതല്ല, അതിൽ ജീവിക്കാനായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു സാഹചര്യം ഒഴുക്കുക, ആർക്കെങ്കിലും മറ്റുള്ളവരങ്ങനെ ചിന്തിക്കണമെങ്കിൽ അത് നമ്മൾ ചെയ്യുക എന്ന പ്രവർത്തനത്തിലേക്ക് അതിൻ്റെയൊക്കെ ഒരു തുടക്ക ഭാഗമാണ് നമ്മൾ സത്സംഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും കുറേ വർക്കുകൾ ചെയ്തത്. അതിന് പിന്നീടാണ് തീർച്ചയായിട്ടും ഒരു നാഷണൽ സംഘടനയിലേക്ക്, കാരണം നമുക്കൊരു ഔട്ട്റീച്ച് കൂടുതൽ കിട്ടണമെങ്കിലും പിന്നെ മറ്റുള്ളവരെ പരിചയപ്പെടണമെങ്കിലും ഒക്കെ നാഷണൽ സംഘടന പ്രവർത്തനത്തിലേക്ക് വന്നു. പക്ഷേ ഇതോടൊപ്പം തന്നെ ഈ കായിക പ്രവർത്തനങ്ങളും ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആക്റ്റീവായിട്ട്. അവിടെ ചെന്നപ്പോൾ ക്ലബ്ബിൽ ലെവലിലെ കളികളും അപ്പോൾ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന അവിടുത്തെ ലീഗ് കളിക്കുന്ന ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു കുറേ അധികം കാലം മുന്നോട്ട്. ഇപ്പോൾ ഭാരത് ബോട്ട് ക്ലബ് എന്ന് പറഞ്ഞൊരു ബോട്ട് ക്ലബ്ബുണ്ട്. ബോട്ട് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് നിലവിൽ ഞാൻ. അപ്പോൾ മറ്റ് വൈവിധ്യമാർന്ന നമ്മുടെ പ്രവർത്തനങ്ങളും കായിക മേഖലയിലും ഒക്കെയുണ്ട്. പക്ഷേ പ്രൈമായിട്ട് നമ്മളെപ്പോഴും അന്നും ഫോക്കസ് ചെയ്യുന്നത് ഹൈന്ദവ സംഘടന വർക്കിലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മുഖം കാണാതെ മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരുമായിട്ടും നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ബേസായിട്ടുണ്ടായിരുന്ന ഒരു സംഘബോധവും ആദർശവും. അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഒരു സംഘ ത്രെഡ് ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു പ്രവർത്തനത്തിൽ നിൽക്കും എന്നുള്ളത്. പിന്നെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഇപ്പോൾ വൈദ്യുത്ത് തന്നെ ആദ്യം പറഞ്ഞ മാതിരി ഈ മോദിജി വന്നതിന് ശേഷം എന്ന് പറഞ്ഞു അതിനൊത്തിരി പോസിറ്റീവ് ഉണ്ടായതിൻ്റെ കൂട്ടത്തിൽ അതിൽ നെഗറ്റീവ് ഉണ്ടായി. ഈ മോദിജി അധികാരത്തിൽ വരും വരെ കൂട്ടത്തിൽ ഒരു RS-കാരനുണ്ടെങ്കിൽ ആർക്കും കുഴപ്പമില്ലായിരുന്നു. മോദിജി അധികാരത്തിൽ വന്ന ശേഷം പലപ്പോഴും ഇവൻ RSS ആണോ, അത് പിന്നെ ഇവർ പിടിച്ചടക്കാൻ നടക്കുന്നു. കാരണം അതുവരെ നമ്മൾ താഴേക്ക് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്യക്തിത്വം അറിയാം, കൊച്ചിലെ മുതൽ നമ്മളെ അറിയാവുന്നവരും നമുക്ക് അവിടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ. പക്ഷേ ഈ മോദിജി വന്നതിന് ശേഷം മറ്റൊരു കണ്ണിലൂടെ ആളുകൾ വളരെ സ്ട്രോങ് ആയി കണ്ടു തുടങ്ങി. പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതുമോ ചെയ്താൽ ഇപ്പോൾ എന്താണ് ഒരു ബീഫ് നിരോധിച്ചാൽ നമ്മുടെ വശം എന്താണെന്നൊന്നും ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയണ്ട, അവൻ ആ വശക്കാരനാണ് എന്ന രീതിയിലുള്ള ഇതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ സ്വാഭാവികം. ഇപ്പോൾ അതൊക്കെ ആൾക്കാർ തിരിഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ABP പ്രവർത്തിച്ചിരുന്നപ്പോൾ മറ്റ് ഹിന്ദുക്കൾ മാത്രമല്ല ABP എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ABP വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ എനിക്കുണ്ട്, അവൻ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെത്തി. പക്ഷേ എന്നാലും ഒരു ഹൈന്ദവ കാരണം എന്താണോ ലാക്കിങ് അതിലാണ് കൂടുതൽ. ഇപ്പോൾ നമ്മുടെ ലോക്കലിൽ മറ്റ് സംഘടന ഞാൻ അല്ലാത്ത സംസ്കാര സംഘടന ഞങ്ങൾ ലോക്കലി അവിടെ ഒരു കേരള കൾച്ചർ ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, അതിൽ പ്രവർത്തിക്കുന്നു പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് എന്താണോ അവിടെ ലാക്കിങ് ആയിട്ടുള്ളത്, അല്ലാതെ പുതിയൊരു സംഘടന തുടങ്ങി പുതിയൊരു ഓണാഘോഷം വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ലാന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. തെറ്റല്ല അതിപ്പോൾ ഒരു കൊച്ചു കൂട്ടായ്മയിൽ അവർ. പക്ഷേ നമ്മുടെ പ്രൈം പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള മേഖലയിലായിരിക്കണമെന്നും പിന്നെ ആത്യന്തികമായി നമുക്ക് മനസ്സും കിട്ടുന്നത് നമുക്കുണ്ടാകുന്ന ഒരു ഉയർച്ചയും ആണല്ലോ. അത് ഹൈന്ദവ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ക്ലാസ്സുകളും അതിലേക്ക് എത്തിച്ചേരുക ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതിലെത്തി നിൽക്കുന്നു, അതിലേക്ക് വന്നു. പിന്നെ KHNDയിൽ ഉണ്ടായിരുന്നു, KHND ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ശേഷം മന്ത്ര തുടങ്ങാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു. മന്ത്ര തുടങ്ങി ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ മുന്നോട്ടും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ്. അത് കേരളത്തിലാണെങ്കിലും വന്നാൽ ഇപ്പം നമുക്ക് ഒരുപാട് വലിയ ഗോളൊക്കെ വെച്ച് ആഗോള ഹിന്ദുക്കളെ ഏകീകരിക്കാനുള്ള ഒരു മാർഗമാണ് പറഞ്ഞ് ഏകീകരിച്ചോളാം. അതിനൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളും മാർഗ്ഗങ്ങളും എല്ലായിടത്തും നിലനിൽക്കുന്നു. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊരു പരിമിതിയുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തികളിലും കുടുംബങ്ങളിലും മാറ്റമുണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് സംഘടനാ പ്രവർത്തനം ഇല്ലെങ്കിൽ സംഘടന ചെയ്യുന്ന പ്രവർത്തികൾ സംഘടനയ്ക്ക് അതീതമായി ഒരു ബന്ധങ്ങൾ രണ്ടുപേർ സംഘടനയിൽ ത്രൂ ഉണ്ടാക്കിയാൽ പോലും ആ ബന്ധങ്ങൾ സംഘടനയ്ക്ക് അതീതമായി അവർ നിലനിർത്തുമ്പോഴാണ് കുടുംബങ്ങളുടെ ഒത്തൊരുമ ഉണ്ടാകുന്നത്. അവിടെയാണ് സത്സംഗം ഉണ്ടാകുന്നത്. സംഘശക്തി കലിയുക എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണല്ലോ. പക്ഷേ ഈ സംഘം എന്ന് പറയുന്നത് എന്താണ്? അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാവാം, അതിനൊരു വലിയൊരു സംഘടന വേണമെന്നൊന്നുമില്ല. അതൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചാറ്റാകാം, അതൊരു സംഘമാണ്. ആ രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുന്നൊരു കാലഘട്ടമാണെന്ന്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു കോർ വാല്യൂസ് കളയാത്ത രീതിയിൽ അവിടെ വേണ്ടത് നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിൽ ഒരു സംഘടനയുടെ പേര് മാത്രം ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല, പക്ഷേ പേരിനേക്കാൾ മുമ്പ് ആദർശം നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം അവിടെയാണ്. അപ്പോൾ കൊച്ചു കൂട്ടായ്മയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെയ്യും. ഇതിന് നമ്മുടെ പേര് വേണ്ട, നിങ്ങളായിട്ട് രൂപീകരിക്കൂ, നിങ്ങളായിട്ട് നടക്കൂ
എന്ന രീതിയിൽ അതാണല്ലോ നമ്മളെ കൊച്ചിലെ അല്ലെങ്കിൽ നമ്മളെവിടെയെന്നാണോ ഈ കളരിയിൽ തുടങ്ങിയത്, ഞാൻ പഠിച്ച സംഘത്തിൽ നിന്ന് തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഓരോരുത്തരെയും അതിനെ പാകമാക്കുക എന്നതാണ്. എന്തായാലും സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ളൊരു സംസ്കാരമാണ് നമ്മുടേത്. അതാണ് നമ്മൾ പിന്തുടരുന്നതും മറ്റ് രാഷ്ട്രങ്ങളിൽ പോകുമ്പോൾ അവിടെ ജീവിക്കുമ്പോൾ അനുവർത്തിക്കുന്നതും. അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. മന്ത്ര എന്ന് പറയുന്ന സംഘടന ഒരുപാട് കാര്യങ്ങൾ ഈ ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ഹിന്ദുത്വ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ കേരളത്തിലും ഉണ്ടാവട്ടെ എന്നാണ്. പ്രത്യേകിച്ച് മലയാളി ഹിന്ദു അസോസിയേഷൻ ആണല്ലോ. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലെല്ലാം മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ശരി.